+2 സോഷ്യോളജിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. ഇത് സെക്കൻഡ് പാർട്ടാണ്. അപ്പം നമുക്കിനി നോക്കാനുള്ള നാലാമത്തെ പാഠത്തിലെ വൺ വേർഡാണ്. നാലാമത്തെ പാഠത്തിൻ്റെ പേര് മാർക്കറ്റ് ആസ് എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. വിപണി ഒരു സാമൂഹിക സ്ഥാപനം എന്ന നിലയിൽ എന്നാണ് നമ്മളുടെ നാലാമത്തെ ചാപ്റ്ററിൻ്റെ പേര്. ഈ ചാപ്റ്ററിൽ നിന്ന് കുറേ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, 19-ാം നൂറ്റാണ്ടിൽ സാമ്പത്തിക ശാസ്ത്രം എക്കണോമിക്സ് അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ്? 19-ാം നൂറ്റാണ്ടിൽ നമ്മുടെ ഈ പറയുന്ന എക്കണോമിക്സ് എന്ന് പറയുന്ന സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്ന വിഷയം അറിയപ്പെട്ടിരുന്നത് രാഷ്ട്രീയ ധനശാസ്ത്രം, പൊളിറ്റിക്കൽ എക്കണോമി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. വെൽത്ത് ഓഫ് നേഷൻസ് എന്ന പുസ്തകം എഴുതിയത്, നമ്മൾ എക്കണോമിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. വെൽത്ത് ഓഫ് നേഷൻസ് എന്ന പുസ്തകം എഴുതിയത് എക്കണോമിക്സിൻ്റെ പിതാവായ ഫാദർ ഓഫ് എക്കണോമിക്സ് ആദം സ്മിത്ത് ആണ്. 1776 അദ്ദേഹം വെൽത്ത് ഓഫ് നേഷൻസ് എന്ന പുസ്തകം എഴുതിയത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, അദൃശ്യകരം എന്ന പദം രൂപീകരിച്ചത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആശയം, ഇൻവിസിബിൾ ഹാൻഡ് എന്ന് പറയുന്ന ആ ഒരു ആശയം രൂപീകരിച്ചത് ആരാണ്? ആദം സ്മിത്ത് തന്നെയാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, രാഷ്ട്രത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏജൻസികളുടെയോ യാതൊരു തരത്തിലുള്ള നിയന്ത്രണങ്ങളും ഇല്ലാത്ത വിപണിയാണ് സ്വതന്ത്ര വിപണി, ഫ്രീ മാർക്കറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ചോദ്യം, ദൊരൈ ഗ്രാമത്തിൽ പഠനം നടത്തിയ നരവംശ ശാസ്ത്രജ്ഞനാര്? ആരാണ് ദൊരൈ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ പഠനം നടത്തിയത് എന്നാണ് ചോദിക്കുന്നത്. ആരാണ്? ആൽഫ്രഡ് ഗെല്ലാണ് ദൊരൈ ഗ്രാമത്തിൽ പഠനം നടത്തിയത്. ആറാമത്തെ ചോദ്യം, ജാതിയെ അടിസ്ഥാനമാക്കി ബാങ്കിങ് സമ്പ്രദായം ഉണ്ടായിരുന്ന വാണിജ്യ സമുദായം ഏത്? അതായത് ജാതിയെ അടിസ്ഥാനമാക്കി ബാങ്കിങ് സമ്പ്രദായം ഉണ്ടായിരുന്ന ഒരു തമിഴ്നാട്ടിലെ വാണിജ്യ സമുദായമായിരുന്നു നഗരത്താന്മാർ അഥവാ നാട്ടുകൊട്ടെ ചെട്ടിയാർ എന്നറിയപ്പെടുന്ന വിഭാഗക്കാർ. അവർക്ക് ജാതിയെ അടിസ്ഥാനമാക്കി ബാങ്കിങ് സമ്പ്രദായം ഉണ്ടായിരുന്നു. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, കൊളോണിയൽ കാലഘട്ടത്തിൽ ഉപ്പിൻ്റെ വ്യാപാരം നിയന്ത്രിച്ചിരുന്ന ഗോത്ര വിഭാഗം ഏതാണ്? ബഞ്ചാരകളാണ് കൊളോണിയൽ കാലഘട്ടത്തിൽ ഉപ്പിൻ്റെ വ്യാപാരം നിയന്ത്രിച്ചിരുന്ന ഗോത്ര വിഭാഗം. എട്ടാമത്തെ ചോദ്യം, ചരക്കല്ലാത്ത വസ്തുവിനെ ചരക്കാക്കുന്നതാണ്, അല്ലെങ്കിൽ മുമ്പ് വിപണിയിൽ വിൽക്കാതിരുന്ന വസ്തുക്കൾ ഇപ്പോൾ വിപണിയിൽ വിൽക്കുന്നതാണ് ചരക്കുവൽക്കരണം അല്ലെങ്കിൽ വസ്തുവൽക്കരണം, കമ്മോഡിറ്റൈസേഷൻ. 2 മാർക്കിന് ചോദിക്കും. ഒമ്പതാമത്തെ ചോദ്യം, ജനങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന വസ്തുക്കൾ അവരുടെ സാമൂഹ്യ പദവിയുമായി ബന്ധപ്പെട്ടതാണെന്ന് പറഞ്ഞത് മാക്സ് വെബറാണ് പറഞ്ഞത്. ഇപ്പം നമ്മൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്ന ഫോൺ നമ്മളുടെ ഒരു സോഷ്യൽ സ്റ്റാറ്റസിനെ സൂചിപ്പിക്കുന്നു, അതായത് അവരുടെ സാമൂഹ്യ പദവിയെ സൂചിപ്പിക്കുന്നു എന്ന് പറഞ്ഞ മാക്സ് വെബറാണ്. ഒമ്പതാമത്തെ ചോദ്യം, പദവി ചിഹ്നം, സ്റ്റാറ്റസ് സിമ്പിൾ എന്ന പദം അല്ലെങ്കിൽ അങ്ങനെ ഒരു ആശയം രൂപീകരിച്ചത് മാക്സ് വെബറാണ്. പത്താമത്തെ ചോദ്യം, വിപണികൾ ഉപയോഗിച്ച് സാമൂഹികവും രാഷ്ട്രീയവും സാമ്പത്തികവുമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതാണ് കമ്പോളവൽക്കരണം അഥവാ മാർക്കറ്റൈസേഷൻ. ഇനി നമുക്ക് അഞ്ചാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൺ വേർഡ് ക്വസ്റ്റ്യൻസ് നോക്കാം. അഞ്ചാമത്തെ ചാപ്റ്ററിൻ്റെ പേര് എന്താണ്? സാമൂഹിക അസമത്വത്തിൻ്റെയും ബഹിഷ്കരണത്തിൻ്റെയും രീതികൾ, പാറ്റേൺസ് ഓഫ് സോഷ്യൽ ഇൻഇക്വാളിറ്റി ആൻഡ് എക്സ്ക്ലൂഷൻ എന്നാണ് പറയുന്നത്. ഈ ചാപ്റ്ററിൽ ഒട്ടുമിക്ക എല്ലാ വൺ വേർഡും ചോദിക്കുന്നത് തന്നെയാണ് എക്സാമിന്, അതുകൊണ്ട് നല്ലപോലെ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ ചോദ്യം, സാമൂഹിക വിഭവങ്ങളുടെ അസന്തുലിതമായ വിതരണത്തെയാണ് ഡാഷ് എന്ന് പറയുന്നത്. ഉത്തരം സാമൂഹിക അസമത്വം, സോഷ്യൽ എക്സ്ക്ലൂഷൻ, സാമൂഹിക അസമത്വം. രണ്ടാമത്തെ ചോദ്യം, സമൂഹത്തിലെ ജനങ്ങളെ പല തട്ടുകളായി തിരിക്കുന്നതാണ് സാമൂഹിക ശ്രേണീകരണം, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ഗണത്തിലെ അംഗങ്ങൾക്ക് മറ്റു വിഭാഗങ്ങളെക്കുറിച്ചുള്ള മുൻധാരണകളും മനോഭാവങ്ങളുമാണ് ഡാഷ്, മുൻവിധികൾ. മുൻധാരണകളും മനോഭാവങ്ങളും എന്ന് വെച്ചാൽ മുൻവിധികളാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഒരു വിഭാഗം ജനങ്ങളെക്കുറിച്ചുള്ള ഉറച്ചതും മാറ്റമില്ലാത്തതുമായ സ്വഭാവ ചിത്രങ്ങളാണ് സ്ഥിരധാരണകൾ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഒരു വിഭാഗത്തിനോടോ വ്യക്തിയോടോ ഉള്ള യഥാർത്ഥ പെരുമാറ്റമാണ് വിവേചനം, ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. ഒരു വിഭാഗത്തിനോടോ വ്യക്തിയോടോ ഉള്ള യഥാർത്ഥമായിട്ടുള്ള പെരുമാറ്റമാണ് വിവേചനം. ആറാമത്തെ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വ്യക്തികളെ സമൂഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും അകറ്റി നിർത്തുന്നതാണ് സാമൂഹിക ബഹിഷ്കരണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 2 മാർക്കും ചോദിക്കും. വ്യക്തികളെ സമൂഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും അകറ്റി അല്ലെങ്കിൽ മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത് അവരെ, അതിനാണ് സാമൂഹിക ബഹിഷ്കരണം എന്ന് പറയുന്നത്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, അസ്പൃശ്യർ, നമുക്കറിയാം അൺടച്ചബിലിറ്റി, അൺടച്ചബിലിറ്റി അനുഭവിച്ചിരുന്നവർ പുരാതന കാലത്ത് ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? അസ്പൃശ്യ വിഭാഗക്കാർ പുരാതന കാലത്ത് ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ചണ്ടാളർ എന്നാണ് അറിയപ്പെടുന്നത്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. അസ്പൃശ്യരെ ഹരിജനങ്ങൾ അഥവാ ദൈവത്തിൻ്റെ മക്കൾ എന്ന് വിളിച്ചത് ആരാണ് അസ്പൃശ്യരെ, അതായത് താഴ്ന്ന ജാതിക്കാരെ ദൈവത്തിൻ്റെ മക്കൾ അഥവാ ഹരിജനങ്ങൾ എന്ന് വിളിച്ചത്? ഗാന്ധിജിയാണ്. 1930 ഗാന്ധിജി അങ്ങനെ ഒരു പദപ്രയോഗം നടത്തിയത്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, പൊതുജീവിതത്തിലെ വ്യത്യസ്ത മണ്ഡലങ്ങളിൽ പട്ടികജാതി പട്ടികവർഗത്തിലെ അംഗങ്ങൾക്കായി സ്ഥാനങ്ങൾ മാറ്റിവെക്കുന്നതിനെയാണ്
സംഭരണം എന്ന് പറയുന്നത്. അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അടുത്ത ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് പലപ്പോഴും സംശയങ്ങൾ ഉണ്ടാകുന്നൊരു ഭാഗമാണിത്. ഒന്നാം പിന്നോക്കവർഗ കമ്മീഷൻ ഏത്? കാക്ക കലേൽക്കർ കമ്മീഷൻ. അടുത്ത ക്വസ്റ്റ്യൻ 11ാമത്തെ ക്വസ്റ്റ്യൻ, കാക്ക കലേൽക്കർ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച വർഷം 1953. 12ാമത്തെ ക്വസ്റ്റ്യൻ, കേരള ഗവൺമെൻറ് നിയമിച്ച പിന്നോക്കവർഗ കമ്മീഷൻ നെട്ടൂർ കമ്മീഷനാണ്. 1970 കേരള ഗവൺമെൻറ് നെട്ടൂർ കമ്മീഷനെ നിയമിച്ചത്. 13ാമത്തെ ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ പിന്നോക്കവർഗ കമ്മീഷൻ ഏത്? മണ്ഡൽ കമ്മീഷൻ. 14ാമത്തെ ക്വസ്റ്റ്യൻ, ബംഗാളിൽ സാമൂഹിക പരിഷ്കരണത്തിന് തുടക്കം നൽകിയത് രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയാണ് ബംഗാളിൽ സാമൂഹ്യ പരിഷ്കരണത്തിന് മാറ്റങ്ങൾ കൊണ്ടുവന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ബോംബെ പ്രസിഡൻസിയിൽ പോരാട്ടങ്ങൾ നയിച്ചത് റാനഡെ. റാനഡെ എന്ന് പറയുന്ന വ്യക്തിയാണ് ബോംബെ പ്രസിഡൻസിയിൽ പോരാട്ടങ്ങൾ നയിച്ചത്. അതായത് ഈ പറയുന്ന സാമൂഹിക പരിഷ്കരണം നയിച്ചത് റാനഡെയാണ് ബോംബെ പ്രസിഡൻസിയിൽ. 16ാമത്തെ ക്വസ്റ്റ്യൻ, മഹാരാഷ്ട്രയിൽ സാമൂഹിക പരിഷ്കരണ പോരാട്ടങ്ങൾ നയിച്ചത് ജ്യോതിബ ഫൂലെ. 17ാമത്തെ ക്വസ്റ്റ്യൻ, ബ്രഹ്മസമാജം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ്. 1928 രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 18ാമത്തെ ക്വസ്റ്റ്യൻ, സത്യശോധക് സമാജം സ്ഥാപിച്ചത് ജ്യോതിബ ഫൂലെ. 19ാമത്തെ ക്വസ്റ്റ്യൻ ഒരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. സ്ത്രീ പുരുഷ തുലന എന്ന പുസ്തകം എഴുതിയത് താരാബായ് ഷിൻഡെ. താരാബായ് ഷിൻഡെയാണ് സ്ത്രീ പുരുഷ തുലന എന്ന പുസ്തകം എഴുതിയത്. 20ാമത്തെ ക്വസ്റ്റ്യൻ, സുൽത്താനയുടെ സ്വപ്നം സുൽത്താനാസ് ഡ്രീം എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ബീഗം റുഖിയ. അദൃശ്യ മനുഷ്യൻ ഇൻവിസിബിൾ മാൻ എന്ന നോവൽ എഴുതിയത് റാൽഫ് എലിസൺ. 22ാമത്തെ ക്വസ്റ്റ്യൻ, വൈകല്യം കിടക്കുന്നത് സമൂഹത്തിലെ നിർമ്മിതിയിലാണ്, വ്യക്തിയുടെ ശാരീരിക സ്ഥിതിയിലല്ല എന്ന് അഭിപ്രായപ്പെട്ടത് ബ്രിസണ്ടൻ ആണ്. ബ്രിസണ്ടൻ. ഇനി നമുക്ക് 6ാമത്തെ ചാപ്റ്ററിലെ 1 വേർഡ് ക്വസ്റ്റ്യൻസ് നോക്കാം. വ്യക്തികൾ സ്വത്വബോധം രൂപപ്പെടുത്തുന്നത് ഡാഷ് എന്ന പ്രക്രിയയിലൂടെയാണ്. സാമൂഹ്യവൽക്കരണത്തിലൂടെയാണ് കമ്മ്യൂണിറ്റി ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ സ്വത്വബോധം രൂപം കൊള്ളുന്നത്. സാമൂഹ്യവൽക്കരണം, സോഷ്യലൈസേഷൻ. 2ാമത്തെ ചോദ്യം, 6ാമത്തെ ചാപ്റ്ററിലെ 2ാമത്തെ ചോദ്യമാണ് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരു പ്രത്യേക പ്രദേശത്ത് നിയമാനുസൃതമായ ബലപ്രയോഗത്തിനുള്ള കുത്തക വിജയകരമായി അവകാശപ്പെടുന്ന സംഘത്തെ ഡാഷ് രാഷ്ട്രമായി നിർവചിച്ചത്. മാക്സ് വെബറാണ് രാഷ്ട്രത്തിനെ അങ്ങനെ നിർവചിച്ചിരിക്കുന്നത്. 3ാം, രാഷ്ട്രങ്ങൾ ജനങ്ങൾ പൂർവ്വം അനുസരിച്ച് പിടിച്ചു വച്ച് നയിക്കുന്ന നയങ്ങളാണ് സാംശീകരണവും ഉദ്ഗ്രഥനവുമായ നയങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, ആന്ധ്ര സംസ്ഥാനത്തിനായി പോരാടിയത് പോറ്റി ശ്രീരാമലു ആണ്. 5ാമത്തെ ക്വസ്റ്റ്യൻ, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന് നേതൃത്വം നൽകിയത് ഫസൽ അലിയാണ്. 1953 ഫസൽ അലി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന് നേതൃത്വം നൽകിയത്. 6ാമത്തെ ക്വസ്റ്റ്യൻ, സമ്പന്നരെ പോലെ പ്രത്യേക അവകാശങ്ങളുള്ള ന്യൂനപക്ഷങ്ങളാണ് വിശേഷാവകാശമുള്ള ന്യൂനപക്ഷങ്ങൾ. 7ാമത്തെ ക്വസ്റ്റ്യൻ, അവശത അനുഭവിക്കുന്ന താരതമ്യേന ഒരു ചെറിയ വിഭാഗത്തെയാണ് എന്തെന്ന് പറയുന്നത്? ന്യൂനപക്ഷങ്ങളെന്ന് പറയുന്നത്. 8ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി? ഡോക്ടർ BR അംബേദ്കർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, മതപരമായ സ്വത്വത്തെ അടിസ്ഥാനമാക്കിയുള്ള ആക്രമണോത്സുകമായ സങ്കുചിതത്വത്തെയാണ് ഡാഷ് എന്ന് പറയുന്നത്. വർഗീയത, കമ്മ്യൂണലിസം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. 2 മാർക്കിന് വർഗീയതയെക്കുറിച്ച് ചോദിക്കും. അടുത്തതും ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. 10ാമത്തെ ചോദ്യം, കുടുംബത്തിൻ്റെ സ്വകാര്യ മണ്ഡലത്തിനപ്പുറത്തുള്ള രാഷ്ട്രത്തിനും വിപണിക്കും പുറത്തു കിടക്കുന്ന ഒരു വിശാലമായ മേഖലയാണ് ഡാഷ് പൗരസമൂഹം, സിവിൽ സൊസൈറ്റി.